പതിവിന് വിപരീതമായി ഡ്രൈവർ ആദിയെ കൊണ്ടാക്കുന്നത് രേണു ജനലിൽ കൂടി കണ്ടു. സാധാരണ ആദി തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ശൈലജ ആൻറ്റിക്കാണ് ഡ്രൈവർ ഉള്ളത്. ഇതൊക്കെ അവർ പറഞ്ഞു കൊടുത്ത അറിവാണ്. മുറിയിലേക്ക് കയറി വന്ന ആദി ഞെട്ടി. അവൾ ഉണർന്നിരിക്കുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യ രേണുവിന് മുഖം കൊടുക്കാതെ ബാത്റൂമിൽ കയറി. ആര്യനുമായി സംസാരിച്ച് 2 എണ്ണം അടിച്ചിട്ടാണ് വന്നത്. അധികം ഡ്രിങ്ക്സ് കഴിക്കാറില്ല. കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ലഹരി പിടിക്കും. അതുകൊണ്ട് ആര്യനൊപ്പം മാത്രമേ കഴിക്കൂ. അതാകുമ്പോൾ വിശ്വാസവുമുണ്ട്. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന ആദിയുടെ മുന്നിലേക്ക് രേണു കയറി നിന്നു. അവൻ സംശയപൂർവ്വം അവളെ നോക്കി. അവളും അവൻ്റെ നേരിയ ചുവപ്പ് നിറം കലർന്ന കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് സംസാരിക്കാനുണ്ട്. അമ്മയെ ഗീതു ചേച്ചിയുടെ പരിചയത്തിൽ ഒരു സ്ഥലത്ത് ആക്കിയെന്നറിഞ്ഞു. എത്ര നാളിങ്ങനെ അമ്മ ഒളിവിൽ കഴിയണം? ഞങ്ങൾക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്ത് കാര്യം? അവൻ്റെ ശ്വാസത്തിനൊപ്പം പുറത്തേക്ക് വന്ന മദ്യത്തിൻ്റെ മണത്തിൽ അവളുടെ നെറ്റി ചുളിഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ പിറകിലേക്ക് നീങ്ങി. എന്ത് കാര്യമായിരുന്നാലും കുറച്ചു നാൾ കൂടി അമ്മ മാറി നിൽക്കട്ടെ. നീ പേടിക്കണ്ട. ഗീതുവിൻ്റെ അപ്പച്ചിയുടെ കൂടെയാണ്. അവിടെ വേറെ ആരുമില്ല. ഭർത്താവും മോനും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതിന് ശേഷം അവർ ഒറ്റക്കാണ്. പിന്നെ ജോലിയുടെ കാര്യം ആലോചിച്ചാണെങ്കിൽ വിഷമിക്കേണ്ട. അപ്പച്ചിക്ക് ടൈലറിങ് യൂണിറ്റും മറ്റുമുണ്ട്. അവിടെ എന്തെങ്കിലും ജോലി നോക്കാൻ പറയാം. ശബ്ദം കുഴഞ്ഞു പോകുന്നുണ്ടെങ്കിലും ആദി പറഞ്ഞു. രേണുവിന് അതൊക്കെ കേട്ടപ്പോൾ ആശ്വാസമായി. അതോടെ അവളുടെ മുഖത്ത് തെളിച്ചം പറന്നു. അവൻ അവളെ ആകെ മൊത്തം ഒഴിഞ്ഞു നോക്കി. നൈറ്റ് ഡ്രസ്സാണ് വേഷം. മുടി ഒതുക്കി കെട്ടിവെച്ചിട്ടുണ്ട്. എല്ലാം കൂടി കൊച്ചുകുട്ടി നിൽക്കുന്നത് പോലെ. അവന് പെട്ടെന്ന് അവളോട് സ്നേഹം തോന്നി. രേണു, ഐ ലവ് യു. എനിക്ക് നിന്നെ വേണം രേണു. അവൾ ഞെട്ടി അന്തം വിട്ട് അവനെ നോക്കി. അവൻ മുന്നിലേക്ക് നടന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ ഒരൊറ്റ തള്ളു വെച്ചു കൊടുത്തു. ആദ്യം മറിഞ്ഞു കട്ടിലിലേക്ക് വീണു. അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നവൻ്റെ അടുത്തേക്ക് രേണിയിരുന്നു. പിന്നെ കാതോർത്തു. എനിക്ക് എല്ലായിടത്തും കണ്ണെത്തില്ല രേണു. ഒടുവിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നീയും എന്നെ കുറ്റപ്പെടുത്തും. നീ നിരപരാധിയാണെന്ന് അറിഞ്ഞതിന് പിന്നാലെ നിന്റെ അച്ഛനും പോയത് അറിഞ്ഞു. അന്ന് ഞാൻ എത്രത്തോളം സങ്കടം അനുഭവിച്ചെന്നോ. ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് നീ എന്നെ കുറ്റപ്പെടുത്തുമെന്ന് കരുതിയാണ് ഞാൻ നിന്റെ മുന്നിൽ വരാത്തത്. ഒടുവിൽ ഞാൻ കാരണം വീണ്ടും നിന്റെ ജീവന് ഭീഷണിയാകുന്നു എന്നറിഞ്ഞപ്പോൾ നിന്നെ ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞ് ഓഫീസിൽ വരുത്തിയത്. നിന്റെ ജീവിതം ഞാൻ കാരണം നശിച്ചു പോകരുത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. കേട്ട കാര്യങ്ങളിൽ വിശ്വാസം വരാതെ രേണു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രേണു, ഐ ലവ് യു. ഉറക്കവും ലഹരിയും കാരണം അവൻ്റെ ശബ്ദം കുഴഞ്ഞു. അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും രേണുക അവൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചു. സഹിക്കാൻ കഴിയാത്ത തലവേദന കാരണം കണ്ണിറുക്കെ അടച്ചുകൊണ്ട് ആദ്യം എഴുന്നേറ്റു. മുറിയിൽ കണ്ട വെളിച്ചത്തിലേക്ക് അവൻ കണ്ണു തുറന്നു. മണി 9 കഴിഞ്ഞു. അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു ബെഡിൽ തന്നെ ചാരിയിരുന്നു. റൂമിലേക്ക് രേണു വന്നതും ആദ്യം ചോദിച്ചു. രേണു, ഞാൻ ഇന്നലെ എന്തെങ്കിലും പറഞ്ഞോ തന്നോട്? ദേഷ്യപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ഡ്രിങ്ക്സ് കഴിച്ചാൽ പ്രശ്നമാണ്. രേണു ഒരു നിമിഷം അവനെ നോക്കി നിന്നു. അവൻ പറയുന്നതൊക്കെയും സത്യമാണെന്ന് അവൻ്റെ മുഖം കണ്ടാൽ അറിയാം. ഇന്നലെ പറഞ്ഞത് ഒന്നും ഓർമ്മയില്ല. അവൾ പെട്ടെന്ന് മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് വൃത്തികെട്ടവനാ നിങ്ങൾ. നിങ്ങളോടൊപ്പം ഈ മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ചി, എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? എന്തൊക്കെയാ എന്നോട് കാണിച്ചത്? ഇത്രക്ക് സെക്സ് മാനിയൊക്കെയാണ് നിങ്ങളെന്ന് ഞാൻ അറിഞ്ഞില്ല. മുഖം കോട്ടി പറഞ്ഞുകൊണ്ട് രേണു പുറത്തേക്ക് പോയി. ഇടിവെട്ടേറ്റതുപോലെ ആദ്യം ഇരുന്നു. താൻ ഇനി അവളോട് വേറെ എന്തെങ്കിലും രീതിയിൽ പെരുമാറിയോ? ടൗണിലെ കോഫി ഷോപ്പിൽ ഇരിക്കുകയായിരുന്നു ദേവ്. അഞ്ചിൽ കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഷോപ്പിൻ്റെ മുന്നിലെ പാർക്കിങ്ങിലേക്ക് വെളുത്ത കറ ഒഴുകി വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയ അഞ്ജുവിനെ ടിൻഡഡ് ഗ്ലാസ്സിലൂടെ ദേവ് കണ്ടു. അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവസാനമായി അവളുടെ കല്യാണത്തിന് കണ്ടതായിരുന്നു. അന്ന് തൻ്റെ ഉള്ളിൽ പ്രതികാരമായിരുന്നു. താൻ ആഗ്രഹിച്ചത് തനിക്ക് കിട്ടിയില്ല. ഒപ്പം ആദ്യങ്ങൾക്കും ഇട്ടേണ്ട എന്ന് കരുതി. അഞ്ജുവിനോട് തോന്നിയ ആത്മാർത്ഥ പ്രണയം എല്ലാം താൻ കുഴിച്ചു മൂടി. എന്നാൽ ഇപ്പോഴും അതിനൊരു കോട്ടം തട്ടിയിട്ടില്ല എന്ന് അവളെ കണ്ടപ്പോൾ മനസ്സിലായി. കുഞ്ഞിലേ മുതൽ അമ്മ ആദിയോട് കാണിക്കുന്ന സ്നേഹമോ അച്ഛനും ശ്രീമാമനും അവനെ ഓർത്ത് അഭിമാനം കൊള്ളുന്നതോ ഒന്നും തനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ താൻ ഏറെ ആഗ്രഹിച്ച് മോഹിച്ച അഞ്ജുവിനും അവനോടാണ് സ്നേഹം എന്നറിഞ്ഞപ്പോൾ ആകെ തകർന്നു. കോളേജിലെ തല്ലിപ്പൊളിയും പ്രശ്നക്കാരനുമായ ആദ്യ അവളുടെ കണ്ണിൽ വന്നുള്ളൂ. വർഷങ്ങളായി അവളുടെ കൂടെ ഉണ്ടായിരുന്ന എന്നെ അവൾ ശ്രദ്ധിച്ചതേയില്ല. അന്നു മുതൽ ആദി തൻ്റെ ശത്രുവായി മാറിയിരുന്നു.
മറന്നു കിടന്ന എല്ലാ അവഗണനകളും ശ്രദ്ധിക്കാതെ പോയ ഓരോ കാര്യങ്ങളിലും മനസ്സിൽ കിടന്ന് വീർപ്പുമുട്ടി. ദേവ്! അഞ്ജുവിൻ്റെ വിളി അവനെ ബോധത്തിൽ എത്തിച്ചു. തനിക്ക് മുന്നിൽ കസേര വലിച്ചിട്ടിരിക്കുന്നവളെ അവൻ സാഗൂതം നോക്കി. അവളുടെ ചന്തം കൂടിയിട്ടേയുള്ളൂ. വിടർന്ന വലിപ്പമുള്ള കണ്ണുകൾ, നീണ്ടുയർന്ന നാസിക, ചുവന്ന നേർത്തു മലർന്ന ചുണ്ടുകൾ, പുറകിൽ ഓളം വെട്ടുന്ന മുടിയിഴകൾ. ഏതോ കലാകാരൻ ജീവൻ കൊടുത്ത ചിത്രം പോലെ അവൾ മുന്നിലിരിക്കുന്നു. കണ്ണുകൾ കറുപ്പിച്ചിട്ടുണ്ട്. ചുണ്ടിലും നേർത്ത ലിപ്സ്റ്റിക്, പിന്നെ പൊട്ടും. വേറെ ചമയങ്ങൾ ഒന്നുമില്ലാതെ അവൾ ജ്വലിച്ചു നിന്നു. പണ്ടത്തെ ശാലീന സുന്ദരി തന്നെയാണ് അവളിപ്പോഴും, സാരിയിൽ കുറച്ചുകൂടി ഇരുത്തം വരുന്നത് പോലെ. മുന്നിൽ ഓർഡർ എടുക്കാൻ വന്ന പയ്യൻ്റെ ശബ്ദം കേട്ട് അവൻ ഞെട്ടിയുണർന്നു. താൻ ഇത്രയും നേരം അവളെ നോക്കിയിരുന്നത് അവൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുമോ എന്ന് വിചാരിച്ച് അവൻ സന്ദേഹപ്പെട്ടെങ്കിലും അവളുടെ കണ്ണുകൾ കോഫി ഷോപ്പിലെ ചുമരിലുള്ള ചിത്രങ്ങളിലായിരുന്നു. ഓർഡർ കൊടുത്ത് അവളെ നോക്കി ചിരിച്ചു ദേവ്. സുഖമാണോ ദേവ്? എത്ര വർഷമായില്ലേ ഇങ്ങനെ കണ്ടിട്ട്? ആദ്യേട്ടൻ സുഖമായിരിക്കുന്നു. ആ ഒറ്റ ചോദ്യത്തിൽ ദേവിൻ്റെ മുഖം ഇരുണ്ടു. എന്നാൽ അത് പുറത്തു കാണിക്കാതെ അവൻ സംസാരം തുടങ്ങി. ആദിയുടെയും രേണുവിൻ്റെയും കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. കമ്പനിയിൽ നിന്നും ഫയൽ മോഷ്ടിച്ച് ശത്രുക്കൾക്ക് കൊടുത്ത പെൺകുട്ടിയെ ആദ്യേട്ടൻ എങ്ങനെ വിശ്വസിച്ചു? എനിക്കറിയില്ല അഞ്ജു. നിന്റെ ചേച്ചിയും ഭർത്താവും ഒക്കെ കൂടെയുണ്ട്. പഠിച്ച കള്ളിയാണ് ആ രേണുക. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പാവം പോലെ ഇരിക്കുന്ന അവളുടെ ഉള്ളിൽ ഒരു ചെകുത്താനുണ്ട്. ഗീതു ചേച്ചി അന്ന് ഈ ആദ്യേട്ടൻ പിരിഞ്ഞതിന് ശേഷം എന്നോട് അധികം സംസാരിക്കാറ് പോലുമില്ല. എനിക്ക് ആദ്യേട്ടൻ്റെ ദേഷ്യവും മറ്റും സഹിക്കാൻ പറ്റാതെയാണ് ദേവ് ഞാൻ അന്ന് പിരിയാൻ തീരുമാനമെടുത്തത്. ഇപ്പോഴും ആദ്യേട്ടൻ ഒന്ന് കണ്ണുരുട്ടിയാൽ ഞാൻ കരയും. നിനക്കറിയാമല്ലോ. ദേവ് ആണെന്ന് തലയാട്ടി. അവർ തമ്മിലുള്ള പിണക്കങ്ങൾ കൊണ്ട് അഞ്ജു എപ്പോഴും തൻ്റെ അടുക്കലേക്ക് വരും. അവളൊരു ഭയങ്കര സെൻസിറ്റീവ് ആളാണ്. ഇഷ്ടമില്ലെങ്കിലും താൻ കേട്ടിരിക്കും. അന്നത്തെ ആദിയിൽ നിന്നും ഇന്നത്തെ ആദിയുടെ ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ. എനിക്ക് പറ്റുമോ ദേവ് ഇനിയും ആദ്യേട്ടൻ്റെ ജീവിതത്തിൽ ചെല്ലാൻ? അച്ഛന് ആകെ കുറ്റബോധമാണ് അന്ന് എടുപിടി എന്ന് വിവാഹം നടത്തിയതിൽ. നാട്ടിൽ വന്നിട്ട് എത്ര മാസമായി. ഞാൻ അധികം പുറത്തേക്ക് പോകാറേയില്ല. അത്രയ്ക്ക് അനുഭവിച്ചു. ഇനി പാസ്റ്റ് ഒന്നും ആലോചിക്കേണ്ട അഞ്ജു. രേണുകയെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. ഏട്ടൻ അവളോട് പ്രണയമൊന്നുമില്ല, അതുറപ്പാണ്. ഏട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും നീ തന്നെയാണ്. ഒരു തുറന്നു പറച്ചിൽ ആരോടും വേണ്ട. അത് നമ്മളോട് ദേഷ്യം വരുത്താൻ മാത്രമേ ഉപകരിക്കൂ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്തത്. ദേവ് പറയുന്നത് അഞ്ജു ശ്രദ്ധയോടെ കേട്ടിരുന്നു. അവളുടെ മനസ്സിലും എന്തൊക്കെയോ മാറ്റങ്ങൾ തോന്നി തുടങ്ങിയെന്ന് ദേവിന് മനസ്സിലായി. 2 മണിക്കൂറോളം അവർ സംസാരിച്ചു. തിരികെ ഇറങ്ങുന്നേരം അഞ്ജലിക്ക് ആകെ സന്തോഷമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ദേവുമായുള്ള സൗഹൃദവും ആദിയുടെ പ്രണയവും തിരികെ കിട്ടിയിരിക്കുന്നു. യാത്ര പറഞ്ഞ് അവൾ പോകുന്നതും നോക്കി ദേവ് നിന്നു. കല്യാണം കഴിഞ്ഞിട്ടും ഉടയാത്ത അവളുടെ ശരീരത്തിലായിരുന്നു അവൻ്റെ കണ്ണ്. ആദിയോട് അവന് അസൂയ തോന്നി. രേണു അഞ്ജുവും സൗന്ദര്യത്തിൽ അഞ്ജലിയുടെ അടുത്ത് പോലും രേണു എത്തില്ല. എന്നാലും അവളും കൊള്ളാം. 2 എണ്ണത്തിനെയും തനിക്ക് വേണം. ഒരു മെത്തയിൽ 2ൻ്റെയും നടുവിൽ പുണർന്നു കിടക്കുന്ന ഓർമ്മയിൽ പോലും അവൻ വിറച്ചു. ആകെ അപ്സെറ്റായിരുന്നു. കുളിക്കുന്ന സമയത്തും അവൾ പറഞ്ഞ വാക്കുകൾ തന്നെയായിരുന്നു മനസ്സിൽ. താൻ അവളോട് അത്രയ്ക്ക് മോശമായി പെരുമാറിയിട്ടുണ്ടാകും. അവൾ മുന്നിൽ വന്നു നിന്നാൽ അല്ലെങ്കിലും തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതായി തോന്നും. ഡ്രിങ്ക്സ് കഴിച്ചിരുന്നത് കൊണ്ട് ഏതവസ്ഥ ആയിരുന്നെന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. രേണു കള്ളം പറയില്ല. അവൻ തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒന്നും കിട്ടുന്നില്ല. കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ രേണു മുറിയിലുണ്ട്. അലമാരയിൽ ഡ്രസ്സ് എന്തോ അടുക്കി വെക്കുന്നുണ്ട്. അവൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ഒഴിഞ്ഞു നോക്കിയവൾ. ഹോ, കുടിച്ചാൽ ഇങ്ങനെയുണ്ടോ മനുഷ്യർ? വൃത്തികെട്ടവന്മാർ. എൻ്റെ അച്ഛനും കഴിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങളോട് പറയും ആദ്യമേ 1 or 2 പേക്ക്. എന്നാലും നല്ല ബോധമുണ്ടാവും. ആരോടും ഒരു സംസാരത്തിനും വരില്ല. മിണ്ടാതെ കയറി കിടക്കും. രേണു, സോറി, ഞാൻ അറിയാതെ. എന്തറിയാതെ? ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓർമ്മയിൽ വേണം അത്. ഇങ്ങനെയൊരു കാമപ്രാന്തനെയാണല്ലോ എനിക്ക് കിട്ടിയത്. എന്തൊക്കെ വൃത്തികേടാ പറഞ്ഞ്, എന്തൊക്കെയാ ചെയ്തത്. ഓർക്കാൻ കൂടി വയ്യ. ആദിക്ക് കണ്ണു നിറഞ്ഞു. അവൻ അവൾ കാണാതെ തിരിഞ്ഞു നിന്നു. രേണുവിനോട് താൻ അത്രയ്ക്ക് മോശമായി പെരുമാറി കാണും. ഇല്ലെങ്കിൽ ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? ഇന്നേ വരെ ഇങ്ങനെ ഉത്തരം മുട്ടി നിന്നിട്ടില്ല. ഞാൻ പോണു. എനിക്കിവിടെ റൂമിൽ നിൽക്കാൻ വയ്യ. അവൾ ഇറങ്ങി നടന്നു. കുറച്ചൊക്കെ എന്നെ കഷ്ടപ്പെടുത്തിയല്ലേ മോനെ. ഇങ്ങനെയൊക്കെ പ്രതികാരം ചെയ്യും ഞാൻ. അവൾക്ക് ചിരി വന്നു. പുറത്തേക്ക് വന്ന അവനെ ശൈലജ കഴിക്കാനിരുത്തി. രേണു തന്നെയാണ് ഓരോന്ന് എടുത്തു കൊടുത്തത്.
അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവം അവനെ തളർത്തി. ഏതോ വൃത്തികെട്ടവനെ നോക്കുന്നത് പോലെ അവൾ നോക്കുന്നുണ്ട്. ആദ്യം മുഖം താഴ്ത്തിയിരുന്നു. വയ്യേ ആദ്യം നിനക്ക്? കണ്ണൊക്കെ ചുവന്നു കിടക്കുന്നുണ്ട്. പനിയാണോ? ശൈലജ അവൻ്റെ നെറ്റിയിൽ കൈവച്ചു നോക്കി. ചെറിയ ചൂടുണ്ട്. ഇന്നിനി എന്തായാലും പുറത്തലയാൻ പോകേണ്ട. ഇന്നലെ രാത്രി എപ്പോഴാ വന്നേ? കല്യാണം കഴിച്ചൊരു പെൺകൊച്ച് വീട്ടിലുണ്ടെന്ന് ഓർമ്മ വേണം. ഇനി ഓഫീസിൽ പോകുമ്പോഴേ കഷ്ടം. അവൾ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കും. നീ രേണുവിനെ കൂടെ കൊണ്ടുപോകണം. ഇപ്പോൾ ദീപ്തി ഇല്ലല്ലോ. ആ പൊസിഷൻ രേണു നോക്കട്ടെ. ആദ്യം തലയാട്ടി. ഞാൻ ഇന്നലെ ഗീതുവിൻ്റെ വീട്ടിൽ പോയതാണ് ചെറിയമ്മ. ഗീതവും ആര്യനും അവിടെ തന്നെ കാണും. ഒരിടത്തും പോകില്ല. നിനക്കെപ്പോഴും അവിടെ പോകാം. പക്ഷേ ഇപ്പോൾ നിന്നെ കാത്ത് ഇവിടെ ഒരാളുണ്ടെന്ന് ഓർമ്മ വേണം. അവർ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി. വിശപ്പുണ്ടെങ്കിലും ഒന്നും ഇറക്കാനാകാതെ ആദിയിരുന്നു. എന്തൊക്കെയോ കുത്തിപ്പെറുക്കി കഴിച്ചിട്ട് അവൻ എഴുന്നേറ്റ് പോയി. ഒന്നും കഴിക്കാത്തത് കാരണം രേണുവിന് ചെറിയ വിഷമം വന്നെങ്കിലും കുടിക്കുന്നതിൽ അവൾ എതിരായിരുന്നു. ഇനി താനും കൂടി ഉണ്ടെന്ന് ഓർമ്മയിൽ വേണം. ചുറ്റിനും ശത്രുക്കൾ ഉണ്ടെന്ന് പറയുകയും ചെയ്യും, ബോധമില്ലാതെ കുടിക്കുകയും ചെയ്യും. അവൾ ഓരോന്ന് ആലോചിച്ചു നിന്നു. റൂമിലെത്തിയ ആദി ഫോണിന് വേണ്ടി തിരഞ്ഞു. ഇന്നലെ പോക്കറ്റിലുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന മറ്റു ഫോണിൽ നിന്നും വിളിച്ചപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ് എന്ന് കേട്ടു. അവൻ അവിടെയെല്ലാം നോക്കാൻ തുടങ്ങി. ബെഡ്ഷീറ്റ് മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിൽ കിടക്കുന്നത് കണ്ടു. ഇന്നലെ ആര്യൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഫുൾ ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇത് ഓഫായി? അവൻ പെട്ടെന്ന് തന്നെ ചാർജിനിട്ട് 2 നിമിഷം കഴിഞ്ഞതും ഓണാക്കി. കാളിൽ ആരുടെയോ പേര് കണ്ടില്ല. അല്ലെങ്കിലും ഫോൺ ഓഫാകാൻ വേണ്ടി മാത്രം ആരോടും അത്രയ്ക്ക് സംസാരിക്കാറില്ല. ആര്യനോടും ഗീതുവിനോടും അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിലേ സംസാരിക്കൂ. പിന്നെന്താ പറ്റിയേ? റീസെറ്റ് കാര്യങ്ങൾ ഫോണിൽ അവൻ തിരഞ്ഞു. റെക്കോർഡായ ഫയൽ ഒന്ന് കിടപ്പുണ്ട്. താൻ ഒന്നും റെക്കോർഡ് ചെയ്തില്ലല്ലോ. അറിയാതെ പറ്റിയതായിരിക്കും. അവൻ കട്ടിലിൽ ഇരുന്നു കൊണ്ട് അത് ഓപ്പൺ ചെയ്തു. 2-3 മിനിറ്റ് ഒരു ശബ്ദവും കേൾക്കാൻ വയ്യില്ല. വാതിൽ തുറക്കുന്നത് പോലെ എന്തൊക്കെയോ. എനിക്ക് സംസാരിക്കാനുണ്ട്. അമ്മയെ ഗീതു ചേച്ചിയുടെ പരിചയത്തിൽ ഒരു സ്ഥലത്ത് ആക്കിയെന്നറിഞ്ഞു. ഇത്ര നാൾ ഇങ്ങനെ അമ്മ ഒളിവിൽ കഴിയണം. ഞങ്ങൾക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. രേണുവിൻ്റെ ശബ്ദം അവൻ കേട്ടു. അപ്പോൾ താൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഓണായതാണ്. പിന്നെ ആദ്യം രേണുവും തമ്മിലുള്ള സംസാരം മുഴുവനുമുണ്ട്. ഇടയ്ക്ക് ബെഡിൽ താൻ വീഴുന്ന പോലൊരൊച്ച. അവസാനം കുഴഞ്ഞു മറിഞ്ഞ തൻ്റെ ശബ്ദം. പിന്നെ ഒന്നും കേൾക്കാനില്ല. ഡ്രസ്സ് ഉലയുന്നത് പോലൊരു ശബ്ദം. അത് അടുത്തെത്തുന്നതും പിന്നെ അകന്നു പോകുന്നതും കേട്ടവൻ. പിന്നെ നേരിയ താളത്തിൽ താൻ ശ്വാസം വിടുന്ന ശബ്ദം മാത്രം. ആദിയുടെ നെറ്റി ചുളിഞ്ഞു. ആദ്യം മുതൽ അവൻ വീണ്ടും വീണ്ടും കേട്ടു നോക്കി. ഫോൺ ഓഫായി റെക്കോർഡ് ഓഫാകുന്നത് വരെയും വേറെ ഒരു ശബ്ദമോ സംസാരമോ കേൾക്കാനില്ല. ഡ്രിങ്ക്സ് കഴിച്ചുറങ്ങിക്കഴിഞ്ഞാൽ താൻ അത്ര പെട്ടെന്ന് ഉണരില്ല എന്നവനറിയാം. അപ്പോൾ രേണു കള്ളം പറഞ്ഞതാണോ? ഞാൻ സെക്സ് മാനിയാക്കല്ലേ? കാണിച്ചു തരാടി എന്താണ് മാനിയാക്കെന്ന്. അടുക്കളയിൽ കുറച്ചു നേരം നിന്നു രേണു. സഹായിക്കാൻ ഒരു സ്ത്രീ വരും. അതുകൊണ്ട് തന്നെ കാര്യമായ പണികളൊന്നുമില്ല. പാചകമൊക്കെ ശൈലജയാണ്. രേണുവിനല്ലെങ്കിലും അതിൽ വലിയ അറിവൊന്നുമില്ല. ഇപ്പോൾ ശൈലജയാണ് ഓരോന്നായി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ചു നേരമായിട്ടും ആദിയെ പുറത്തേക്ക് കാണാനില്ല. അവൾ റൂമിലേക്ക് ചെന്നു. കട്ടിലിൽ കിടപ്പുണ്ടാതി. കണ്ണുകൾ തുറന്ന് എന്തോ ആലോചനയിലാണ്. അവൾ വന്നതറിഞ്ഞതും അവൻ എഴുന്നേറ്റിരുന്നു. രേണു. അവൻ പതിയെ അവളെ വിളിച്ചു. എന്താ? കടുപ്പത്തിൽ തന്നെ അവൾ വിളി കേട്ടു. എന്നോട് ക്ഷമിക്കില്ലേ നീ? അറിയാതെ പറ്റിപ്പോയതാടി. പറ്റില്ല. അത്രയ്ക്ക് വൃത്തികേടൊക്കെയാ എന്നോട് പറഞ്ഞതു കാണിച്ചതും. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കില്ല. ഞാൻ എന്തൊക്കെയാണ് നിന്നോട് കാണിച്ചതെന്നും പറഞ്ഞത് ഇന്ന് പറഞ്ഞു തരാമോ രേണു? എനിക്കൊന്നും ഓർമ്മയില്ല. അത് ഞാൻ എന്തിനു നിങ്ങളോട് പറയണം? ഇനി അതൊന്നും ആലോചിക്കാൻ പോലും എനിക്കിഷ്ടമല്ല. പെട്ടെന്നാണ് ചാടി എഴുന്നേറ്റ് അവൻ അവളെ പുണർന്നത്. അവളുടെ തോളിലേക്ക് അവൻ്റെ താടി അമർത്തിയവൻ. രേണു ഒന്ന് പിടഞ്ഞു. തള്ളി മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. രേണു, നീ ക്ഷമിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ക്ഷമിക്കാം, പക്ഷെ ഞാൻ പറയുന്നത് ചെയ്യണം. ആദ്യം എന്നെ വിട്ടെ. അവൾ പറഞ്ഞത് കേട്ടതും അവൻ അകന്നു മാറി. എന്ത് ചെയ്യണം? അവൻ്റെ കണ്ണിൽ ആകാംക്ഷ. അത് എന്നെ ഇതുപോലെ എൻ്റെ അനുവാദം ഇല്ലാതെ ദേഹത്ത് തൊടരുത്. അങ്ങനെ ചെയ്താൽ ക്ഷമിക്കാം. അതിന് ഇനി തൊട്ടാലും പ്രശ്നമില്ലല്ലോ. ഞാൻ നിൻ്റെ അനുവാദം ഇല്ലാതെ ഇന്നലെ രാത്രി നിന്നെ സ്വന്തമാക്കിയില്ലേ. ഇനി നമ്മൾ തമ്മിൽ എന്തിനാ ഒളിവും മറയും? എനിക്ക് ഓർമ്മയില്ലേലും നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. എങ്ങനെയായിരുന്നു ചേട്ടൻ? നല്ല സ്ട്രോങ് ആയിരുന്നോ? അവൻ്റെ ചോദ്യം കേട്ട് അവളുടെ കണ്ണു മിഴിഞ്ഞ്. ബോധമില്ലാത്തത് കൊണ്ട് ഒന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. സാരമില്ല, ഇന്ന് രാത്രി ബോധത്തോടെ നമുക്ക് ചെയ്യാം. അവൾ ഞെട്ടി തരിച്ചു നിന്നു. ഇനി അങ്ങനെയൊന്നും വേണ്ട, അവൾ പതറി പറഞ്ഞു. എനിക്ക് വേണം. എന്തായാലും എൻ്റെ ബോധത്തോടെ അല്ലാതെ നമ്മൾ ഒന്നായി.
അതല്ലേ നീ പറഞ്ഞ വൃത്തികേട്. അല്ലാതെ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് എന്ത് വൃത്തികേടാ പറയുന്നതും ചെയ്യുന്നതും? ഏയ്, അങ്ങനെയുള്ള വൃത്തികേടായിരുന്നില്ല. പിന്നെന്താ? പിന്നെ എന്ത് കാര്യമാണ് വൃത്തികേടെന്ന് നീ പറയുന്നത്? അവൻ്റെ സ്വരം കനത്തു. അവൾ പിന്നോക്കം നീങ്ങി. അതിനനുസരിച്ച് അവൻ മുന്നോട്ടും. ചുവരിൽ ചാരി നിന്നവളെ ലോക്കാക്കി അവൻ രണ്ടു കൈയും ചുവരിൽ ചേർത്തു. അവൾക്ക് വല്ലാത്ത പരവേശം തോന്നി. നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടി. വേഗത്തിൽ മിടിക്കുന്ന ഹൃദയത്തെ അടക്കാൻ അവൾ പാടുപെട്ടു. അത് ആദ്യേട്ടൻ എന്നെ... ബാക്കി പറ. എന്നെ അവിടെയും ഇവിടെയൊക്കെ തൊട്ടു. എവിടെയൊക്കെ? അവൻ്റെ കണ്ണിൽ ഒരു ചിരി മിന്നിമാനും. അവൾ അത് കണ്ടില്ല. അവനെ മുഖമുയർത്തി നോക്കാൻ കഴിയാതെ അവൾ നിന്നു. എനിക്കറിയാം സത്യം രേണു. അവൻ പറയുന്നത് കേട്ടതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. നീ എങ്ങനെ അതെന്നോട് സമ്മതിക്കും? അല്ലെങ്കിൽ ഞാൻ നിന്നെ ബലമായി കെട്ടിപ്പിടിക്കുകയും തൊടുകയും ചെയ്യുന്നു. മദ്യപിച്ച ഞാൻ വല്ലാത്ത ബോറനാവും. നമ്മൾ തമ്മിൽ എല്ലാം കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല, പേടിക്കണ്ട. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ, ഇതൊക്കെ സ്വാഭാവികം. എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും ഇഷ്ടമാണ്. അതുകൊണ്ട് നാച്ചുറലായി ഇതൊക്കെ സംഭവിക്കും. ഇന്ന് രാത്രി ഞാൻ സ്വബോധത്തിലാണ്. എൻ്റെ രേണുവിനെ ഞാൻ സ്വബോധത്തിൽ സ്വന്തമാക്കിക്കോളാം. ഇന്നലത്തെ പോൽ ബോറാക്കില്ല, കേട്ടോ? അവൻ പുറത്തേക്ക് പോയി. അവൾ ആ ചുവരിൽ തന്നെ ചാരി തളർന്നു നിന്നു. ഈശ്വര, ഇനി എന്ത് ചെയ്യും? രാത്രി എന്ത് പറഞ്ഞൊഴിവാകും? സത്യം പറഞ്ഞാലും പ്രശ്നമാണ്. അവൻ്റെ രാക്ഷസ സ്വഭാവം എത്ര തവണ കണ്ടിട്ടുള്ളതാണ്. എന്ത് ചെയ്യും? ഇങ്ങനെയാകും കാര്യങ്ങൾ എന്ന് ഓർത്തില്ല. ചുവരിൽ ചാരി നിന്ന് നഖം കടിച്ച് ചിന്തിക്കുന്നവളെ കണ്ട് തിരിഞ്ഞു നോക്കി അവന് ചിരി വന്നു. എന്നോടാ മോളെ നിന്റെ കളി. രാത്രിയാകട്ടെ, നീ എവിടെ പോകുമെന്നും എന്ത് കഥ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുമെന്നും അറിയണമല്ലോ. നിനക്കായുള്ള കുഴി നീ തന്നെ തോണ്ടി. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുറകിലെ പറമ്പിലേക്കിറങ്ങി. പിന്നെ കയ്യിലിരുന്ന കൊളുത്തിലേക്ക് നോക്കി. പിന്നെ ചിരിയോടെ അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ദേവിനെ കണ്ട് സംസാരിച്ചിട്ട് വന്നത് മുതൽ അഞ്ജു ആലോചനയിലായിരുന്നു. തനിക്ക് ഇനിയും ആദ്യേട്ടൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം കിട്ടുമോ? ആദ്യമായി അവനെ ശ്രദ്ധിച്ചത് എന്നാണ്? അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മക്കൾ എന്ന രീതിയിൽ കുഞ്ഞിലെ മുതലേ ആദിയെയും ദേവിനെയും അറിയാമായിരുന്നു. കൂടുതൽ അടുപ്പം ഒപ്പം പഠിച്ചിരുന്ന ദേവിനോടായിരുന്നു. അവൻ പാവമായിരുന്നു. പക്ഷെ ആദ്യേട്ടനെ പറ്റി തല്ലുകൊള്ളി എന്നൊക്കെയാണ് കേട്ടത്. ചേച്ചി കോളേജിലായപ്പോഴാണ് ദേഷ്യക്കാരനാണെങ്കിലും പാവമാണ് എന്ന് അറിഞ്ഞത്. താനും ഡിഗ്രിക്ക് അവളുടെ കോളേജിൽ തന്നെ എത്തി. ഒപ്പം ദേവും. അവിടെ വെച്ച് ദേവുമായി നല്ലൊരു സൗഹൃദമായി. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി മാറി അവൻ. കോളേജിലെങ്ങും ആദ്യേട്ടനെ പറ്റിയേ കേൾക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. നന്നായി പഠിക്കും. എന്നാൽ കോളേജിലുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും മുൻപന്തിയിൽ കാണും. അതിനിടെ ചേച്ചിയുമായി ആദ്യേട്ടൻ ഇഷ്ടത്തിലാണെന്ന വാർത്ത ഉണ്ടായിരുന്നു. താനും അത് ശരിയാണെന്ന് വിചാരിച്ചു. ഒരു ദിവസം എതിർ പാർട്ടിക്കാരുമായി അടിയുണ്ടാക്കി ഓടി വന്നതാണ് ആദ്യേട്ടൻ. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ബാത്റൂമിൽ. ആരോ ഓടി വരുന്നത് മാത്രമേ കേട്ടുള്ളൂ. വാതിൽ തുറന്നിറങ്ങിയ എന്നെയും അമർത്തി പിടിച്ച് ആദ്യേട്ടൻ ബാത്റൂമിൽ കയറി. ലേഡീസ് ടോയ്ലറ്റിൽ ഇങ്ങനെ ഒരാളുമായി നിൽക്കുന്നത് കണ്ടാൽ തീർന്നു. പേരുദോഷവും പിന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിയും കിട്ടും. ആ ഓർമ്മയിൽ കരയാൻ തുടങ്ങിയ എന്നെ കണ്ട് ഏട്ടൻ പകച്ചു. പിന്നെ വാക്കെ ആകെ പൊതിഞ്ഞു പിടിച്ച് ചുവരിനോട് ചേർത്ത് നിർത്തി. ആദ്യമായി ഒരു പുരുഷൻ ഇത്രയും അടുത്ത്. പേടി കൊണ്ട് തലകറക്കം തോന്നി. എന്നെ നോക്കിയ നോട്ടത്തിന് താങ്ങാനാവാതെ തളർന്നു നിന്നു ഞാൻ. അന്നത്തെ സംഭവത്തിന് ശേഷം ആ കണ്ണുകൾ സ്ഥിരമായി എന്നെ തേടിയെത്താൻ തുടങ്ങി. തൻ്റെയും കണ്ണുകൾ പുള്ളിയിരിക്കുന്ന ഭാഗങ്ങൾ തേടി ചെല്ലും. ഇതിനിടെ ചേച്ചിയും ആദ്യേട്ടനും ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഓർക്കാപ്പുറത്ത് ഒരു ദിവസം വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആകെ അമ്പരന്ന് പോയി. എങ്കിലും ആലോചിച്ച് ഇഷ്ടമാണെന്ന് തന്നെ മറുപടി പറഞ്ഞു. മിക്കവാറും മടി ഉണ്ടാക്കും. എന്നാൽ അതിനേക്കാൾ സ്നേഹത്തോടെ ഇണങ്ങും. അച്ഛനും ആദ്യേട്ടനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എപ്പോഴും താന്തോന്നിയായി നടക്കുന്നു എന്ന് പറയും. പക്ഷേ അമ്മയില്ലാതെ വളർന്ന കുട്ടിയുടെ എല്ലാ വാശിയും ദേഷ്യവും ഉണ്ട് ആദ്യേട്ടന്. ബാലനാങ്കിൽ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടും ചെറുമ്മയോട് ആദ്യേട്ടൻ അടുത്തില്ല. പാവം ആൻറ്റി കുറേ കഷ്ടപ്പെട്ടു ആദ്യേട്ടൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ. ദേവ് കൂടി വന്നതിൽ പിന്നെയാണ് ഏട്ടൻ മാറി തുടങ്ങിയത്. ആദ്യേട്ടൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വീട്ടിൽ പോയതോടെയാണ് ഞങ്ങളുടെ ബന്ധത്തിൽ പുതിയ നിറങ്ങൾ പകരുന്നത്. വീടൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഗീത ചേച്ചിയെയും എന്നെയും ആദ്യേട്ടൻ വിളിച്ചു. ആദ്യേട്ടൻ്റെ റൂമിൽ എത്തിയ പാടെ ചേച്ചി മാറിക്കളഞ്ഞു. അതുവരെയും കൈകോർത്ത് സംസാരിക്കുകയും മറ്റും ചെയ്ത ആദ്യേട്ടൻ്റെ കണ്ണുകളിൽ മറ്റെന്തോ ഭാവം. ബർത്ത്ഡേ ഗിഫ്റ്റായി ഉമ്മ കൊടുക്കാം എന്ന് പറഞ്ഞു. അതും ചുണ്ടിൽ. എങ്ങനെയോ ധൈര്യം സംഭരിച്ച് ഉമ്മ കൊടുത്തു. പക്ഷേ തന്നെ വലിച്ചു പിടിച്ച് ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ടിരുന്നു. ഒപ്പം ആ കൈകൾ എവിടേക്കോ പാഞ്ഞു നടന്നു. ആദ്യ അനുഭവത്തിൻ്റെ വല്ലാത്തൊരു സുഖം.
അത് എത്തി നിന്നത് രാത്രി വീടിൻ്റെ മതിൽ ചാടി എൻ്റെ മുറിയിലേക്കാണ്. അച്ഛനും അമ്മയും അച്ഛമ്മയുമായി ഹോസ്പിറ്റലിൽ പോയിരുന്നു. വീട്ടിൽ ജോലിക്കാരും താനും മാത്രം. അന്ന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തമ്മിൽ ഒന്നായി. പിന്നെയും പലതവണ. എൻ്റേതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ തമ്മിലുള്ള പിണക്കങ്ങൾ കൂടി വന്നു. ആദ്യേട്ടന് വേറെയും റിലേഷൻ ഉണ്ടെന്ന വാർത്തകളൊക്കെ കേട്ടു തുടങ്ങി. പിണങ്ങിയിരിക്കുന്നതിൻ്റെ ദൈർഘ്യം കൂടി വന്നു. അതിനൊപ്പം ദേഷ്യവും. ഒട്ടും സഹിക്കാൻ പറ്റാത്ത ദേഷ്യമാണ്. വാശിയും. ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ പരസ്പരം സംസാരിച്ച് പിരിഞ്ഞു. രണ്ടുപേർക്കും അതൊരു വലിയ വിഷമം തന്നെയായിരുന്നു. അതിനിടയിൽ അച്ഛനോട് ഈ റിലേഷൻ പറ്റി ആരോ പറഞ്ഞു കൊടുത്തു. പിന്നെ ബഹളമായി, വഴക്കായി. പിരിഞ്ഞു എന്ന് എത്ര പറഞ്ഞിട്ടും വിശ്വാസം വന്നില്ല. എടുപടി എന്ന് കല്യാണവുമായി. പൊരുത്തപ്പെട്ടു പോകാൻ ഒട്ടും പറ്റിയില്ല. ഡിഗ്രി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതെല്ലാം തന്നെ ഡിവോഴ്സ് വക്കിലെത്തിച്ചു. ഇനി എന്ത് എന്ന് കുറേ നാളായി ആലോചിക്കുന്നു. ഇതിനിടയിൽ ബാലൻ അങ്കിൾ മരിച്ചു. ആദ്യേട്ടൻ ബിസിനസ് ഏറ്റെടുത്തതും അതിൻ്റെ വളർച്ചയും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു. പലപ്പോഴും അച്ഛനും കുറ്റബോധം ഉണ്ടായി എന്ന് തോന്നിയിട്ടുണ്ട്. ആദ്യേട്ടൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ദേവിൻ്റെ കോളാണ് പിന്നെ ആ വിഷമം മാറ്റിയത്. തനിക്ക് ആദ്യേട്ടനെ വേണം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അറിഞ്ഞ ആദ്യത്തെ പുരുഷനാണ്. പിന്നെ സാമ്പത്തികവും. മടുത്തു ഈ ജീവിതം. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ്റെ മുന്നിൽ കൈനീട്ടുമ്പോൾ 100 ചോദ്യങ്ങൾ കേൾക്കാം. എല്ലാം തൻ്റെ തെറ്റാണ് എന്ന മട്ടിലാണ് അച്ഛൻ്റെ പെരുമാറ്റം. പഠിത്തം ഒന്നും ആകാത്ത താൻ എന്ത് ചെയ്യാൻ? എല്ലാ സൗകര്യത്തോടെയും സന്തോഷത്തോടെയും തനിക്കും ജീവിക്കണം. അഞ്ചു മനസ്സിൽ പല തീരുമാനങ്ങളും എടുത്തു. ആദിയുടെ ജീവിതത്തിൽ ഇനി എങ്ങനെ സെക്കൻഡ് എൻട്രി നടത്തുമെന്ന് അവൾ അന്ന് മുഴുവൻ തല പുകഞ്ഞ് ആലോചിച്ചു. ഒടുവിൽ ഒരു വഴി കിട്ടിയത് കണ്ട് അവൾ ആശ്വസിച്ചു. ഫോണെടുത്ത് ദേവിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് അവൾ തൻ്റെ ആവശ്യം അറിയിച്ചു. അവൻ്റെ സമ്മതം കേട്ടതും അവൾക്ക് സന്തോഷമായി. മറുതലയ്ക്കൽ ദേവും സന്തോഷത്തോടെ ഊറിച്ചിരിച്ചു. അന്ന് മുഴുവനും രേണു ആ മുറിയിലേക്കോ അവൻ്റെ മുന്നിലേക്കോ ചെന്നില്ല. രാത്രി ഭക്ഷണം കഴിഞ്ഞ് അടുക്കളയിലെ ചില്ലറ സഹായം ചെയ്ത് കഴിഞ്ഞിട്ടും തട്ടി മുട്ടി നിൽക്കുന്ന രേണുവിനെ ചെറിയമ്മ ഓടിച്ചു വിട്ടു. അവൾ പയ്യെ മുറിയിലെത്തി അകത്തേക്ക് നോക്കി. അവിടെ അവനെ കാണാനേ ഇല്ല. അവൾ അകത്ത് കയറി എല്ലായിടത്തും നോക്കി. അവനില്ല. അവൾ പുറത്തു വന്ന് ശൈലജയുടെ മുറിയിലേക്ക് വന്നു. എന്താ മോളെ? അത് ചെറിയമ്മ, ആദ്യേട്ടൻ പുറത്തു പോകാമെന്ന് പറഞ്ഞോ? കണ്ടില്ലല്ലോ. ഈ ചെക്കൻ, അവൻ ആര്യനെ കാണാനോ മറ്റോ പോയി കാണും. നാളെ ആവട്ടെ, ഞാൻ നല്ലത് പറയുന്നുണ്ട്. മോള് പോയി ലൈറ്റൊക്കെ അണച്ച് കിടന്നോ. അവന് തോന്നുമ്പോൾ വരട്ടെ. രേണു ആശ്വാസത്തോടെ മുറിയിലേക്ക് നടന്നു. മുൻവശത്തെ ലൈറ്റ് അണച്ച് മുറിയിലേക്ക് കയറി. അത് കണ്ടതും ആദ്യം തൊട്ടടുത്ത മുറി പയ്യെ തുറന്നിറങ്ങി. അവിടെ അവൻ ഓഫീസ് മുറി പോലെ ഉപയോഗിക്കുന്നതാണ്. നേരത്തെ വെളിച്ചം ഇല്ലാത്തതിനാൽ രേണു അകത്തേക്ക് നോക്കിയതുമില്ല. അപ്പോഴേക്കും രേണു ദേഹം കഴുകാനായി ബാത്റൂമിലേക്ക് കയറിയിരുന്നു. കൊളുത്തിടാനായി നോക്കി അവൾ ഞെട്ടി. അത് കാണാനില്ല. തറയും ഭാഗവും അവൾ നന്നായി പരിശോധിച്ചു. ഒന്നും കാണാനില്ല. വാഷിംഗ് മെഷീൻ്റെ അടിയിലെങ്ങാനും ഇളകി കിടപ്പുണ്ടാകും. നാളെ രാവിലെ തന്നെ ചെറിയമ്മയോട് പറയാം എന്ന് വിചാരിച്ചവൾ. ആദ്യേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല. റൂം താൻ പൂട്ടിയിരുന്നു. അതുകൊണ്ട് പ്രശ്നമില്ല. കയ്യിലിരുന്ന നൈറ്റ് ഡ്രസ്സ് അരികിലേക്ക് ഇട്ടവൾ ബാത്റൂം കതക് ചാരി പിന്നെ ഡ്രസ്സ് മാറ്റി ഷവറിന് കീഴെ നിന്നു. ആദ്യ റൂം താക്കോലിട്ട് തുറന്ന് അകത്തേക്ക് കയറി. തൻ്റെ പ്ലാനിങ് ആലോചിച്ച് അവൻ സ്വയം ചിരിച്ചു. ഇട്ടിരുന്ന ടീഷർട്ടും ബർമുടയും ഊരി മാറ്റിയവൻ ബോക്സർ മാത്രം ഇട്ടുകൊണ്ട് ബാത്റൂം തുറന്ന് അകത്തേക്ക് കയറി. എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നി രേണുവിന് ഷവറിന് കീഴെ നിന്നുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി. അവൾക്കുള്ളിൽ ഒരു ആന്തൽ ഉയർന്നു. തന്നെയും കണ്ണെടുക്കാതെ നോക്കി ആദ്യം നിൽക്കുന്നു. അതും ബോക്സർ മാത്രം ഇട്ടുകൊണ്ട്. അടുത്ത് കിടക്കുന്ന ടവലിലേക്ക് കൈ നീണ്ട നിമിഷം തന്നെ ആദ്യം അവൾക്ക് അടുത്തേക്ക് എത്തിയിരുന്നു. അവളെയും ചേർത്ത് പിടിച്ചവൻ ചുമരിൽ ചാരി. കത്രിക പൂട്ടിയിട്ടതുപോലെ അവളുടെ കൈകളെ രണ്ടും ഉയർത്തി ചുവരോട് ചേർത്തവൻ. രണ്ടുപേരെയും നനച്ചുകൊണ്ട് ഷവറിലെ വെള്ളം ഒഴുകി. രേണുക പിടഞ്ഞുകൊണ്ടിരുന്നു. വസ്ത്രത്തിൻ്റെ മറവില്ലാതെ അവനോട് ചേർന്ന് നിൽക്കുന്നതും ഒക്കെ അവളിൽ വല്ലാത്ത നാണക്കേട് ഉണർത്തി. ആദ്യേട്ടാ, എന്താ ഇത്? എന്നെ വീട്. ഇല്ല രേണു, ഇന്നലെ സ്വബോധമില്ലാതെ നിന്നെ ഇങ്ങനെ കണ്ടവനല്ലേ ഞാൻ. ഇന്ന് നേരെ ഒന്ന് കാണട്ടെ. അവൾ എന്തോ പറയാൻ ആഞ്ഞതും അവൻ്റെ ചുണ്ടുകൾ അവളിൽ ആഴ്ന്നിറങ്ങി. ഇന്ന് വരെയും കാണാത്ത ഒരു വന്യത അവനിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇരു ഇതളുകളും മാറി മാറി അവൻ്റെ ചുണ്ടുകൾ നുകർന്നുകൊണ്ടിരുന്നു. അവൻ അവളെ ചുവരോട് ചേർത്തമർത്തി. ചുണ്ടുകളും കടന്ന് നാവിനെ അവൻ നാവാൽ ബന്ധിച്ചു. തൻ്റെ നാവിനെ ചുഴറ്റിയുഴയുന്ന അവൻ്റെ ചുണ്ടുകളുടെ സ്പർശനം അവളിൽ വല്ലാത്ത വികാരം നിറച്ചു. അവൾ ഒന്നാകെ ഉലഞ്ഞു അവനെ എതിർക്കാൻ കഴിയാതെ നിന്നു. അവൻ ചുണ്ടുകളാൽ അവളെ തളർത്തിക്കൊണ്ടിരുന്നു.
ശ്വാസം കിട്ടാതെ രേണു പിടഞ്ഞതും അവൻ അവളുടെ നെഞ്ച് മുഖം പൂഴ്ത്തി നിന്നു കിതപ്പടക്കി. രേണു അല്ലാതെ വിറങ്ങലിച്ച് തളർന്നു നിന്നു. ഒരുമിച്ച് കുളിക്കാം. നേർത്ത കാറ്റുപോലെ അവൻ്റെ ശബ്ദം. അവൾ എതിർക്കാൻ കഴിയാത്ത വിധം ആസക്തിയായി നിന്നു. മനസ്സ് വല്ലാതെ തുടിക്കുന്നുണ്ട്. ആദി കൈയെത്തി അടുത്തിരുന്ന് സോപ്പെടുത്തു. അവളെ പതിയെ തിരിച്ചു നിർത്തി. ചുമലിലൂടെ ഒഴുകുന്ന അവൻ്റെ കൈകളും സോപ്പും രേണു ചുവരിൽ മുഖം അമർത്തി നിന്നു. വെണ്ണ കുഴച്ചതുപോലെയുള്ള അവളുടെ മേലുടലിലെ ആകമാനം അവൻ കൈ കൊണ്ടൊഴിഞ്ഞു. രേണു വിറച്ചു. ദേഹമാസകലം തളരുന്നത് പോലെ തോന്നി അവൾക്ക്. അവനെ ആഞ്ഞു പുൽകി അവൾ. അവനിൽ ആവേശം കയറിയിരുന്നു. 2 നിമിഷത്തിന് അവൻ അവളിൽ നിന്നും അകന്നു മാറി. രേണു തളർച്ചയോടെ ചുവരിൽ ചാരി നിന്നു. നിയന്ത്രണമില്ലാത്ത ഹൃദയമിടിപ്പിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചവൾ. അവനെ മുഖമുയർത്തി നോക്കാൻ പോലും കഴിയാതെ അവൾ ലജ്ജിച്ചു. അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഷവർ തുറന്നു. വെള്ളം ഇരുവരെയും ഒരുപോലെ നനച്ചുകൊണ്ട് താഴേക്കിറങ്ങി. ഒപ്പം സോപ്പ് പതയും. വീണ്ടും അവൻ്റെ കൈകൾ അവളിൽ അലയാൻ തുടങ്ങി. ഒപ്പം ചുണ്ടുകളും. ആദ്യേട്ടാ, ശീൽക്കാര ശബ്ദത്തോടെ അവൾ വിളിച്ചു. എന്താ മോളെ? എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. മുഖമുയർത്താതെ അവൾ പറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു മൃദുവായി നെറ്റിയിൽ ചുംബിച്ചു. ഏറെ നേരം കഴിഞ്ഞതും ഷവർ ഓഫ് ചെയ്ത് അവളുടെ ദേഹം തുടച്ച് വൃത്തിയാക്കി അവൻ ഒപ്പം അവനും ഈർപ്പം കളഞ്ഞു. അവളെയും എടുത്തു കൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തിയവൻ. സുഖമുള്ള ഒരു സ്വപ്നം കണ്ടതുപോലെ കണ്ണുകളടച്ച് കിടന്നവൾ. ഒരു പുതപ്പിനുള്ളിൽ നഗ്നമായ മേനികൾ പുണർന്ന് ഇരുവരും കിടന്നു. നമുക്ക് സാവകാശം ഓരോന്ന് ചെയ്തു പോകാം. ഒറ്റയടുക്ക് നീ എന്നെ താങ്ങില്ല മോളെ. ചെവിക്കരികിൽ അവൻ്റെ ശബ്ദം. മീശ കൊണ്ടവൾക്ക് ഇക്കിളിയായി. അവൾ ചിരിച്ചു. ഇപ്പോൾ കിടന്നുറങ്ങാം, ബാക്കി നാളെ. അവനെ കുറച്ചുകൂടി കെട്ടിപ്പിടിച്ചവൾ കിടന്നു.